നമസ്കാരം. 1980 ഡിസംബർ 25 യാതൊരുവിധ ഹൈപ്പുമില്ലാതെ പുതുമുഖങ്ങളെ വെച്ച് ഒരു പുതുമുഖ സംവിധായകൻ തയ്യാറാക്കുന്ന ഒരു ചിത്രം റിലീസിനെത്തുകയാണ്. ആ ചിത്രം കുറച്ചു നേരം പിന്നിടുമ്പോൾ ആ ചിത്രത്തിലേക്ക് ഒരു പ്രതിനായകൻ കടന്നു വരികയാണ്. ആ പ്രതിനായകൻ പിന്നീട് മലയാള സിനിമയുടെ മുഖമായി തന്നെ മാറി. മലയാളികൾക്ക് ഒരിക്കലും മടുക്കാത്ത, മലയാളികൾ അത്രത്തോളം സ്നേഹിക്കുന്ന, ലാലേട്ടൻ എന്ന് ഓമന പേരോടെ വിളിക്കുന്ന സാക്ഷാൽ മോഹൻലാലിൻ്റെ എൻട്രി തന്നെയാണ് ഡിസംബർ 25 സാക്ഷ്യം വഹിച്ചത്. പിന്നീട് 44 വർഷങ്ങൾക്കിപ്പുറം അതേ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമായി എത്തുന്ന ബറോസും അതേ ദിവസം തന്നെയാണ് റിലീസിനെത്തുന്നത്. ബറോസ് ഒരു സാധാ ചിത്രമല്ല, സാധാ പ്രേക്ഷകനപ്പുറം ഒരുപാട് എൻ്റർടൈനിങ് ആസ്പെക്റ്റ് പകരുന്ന ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ്. 2019 ബറോസിൻ്റെ ആദ്യഘട്ട ആലോചനകൾ ആരംഭിക്കുന്നത്. ഇതൊരു 3D ചിത്രം അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ചിത്രം എന്ന രീതിക്ക് തുടങ്ങി. ആ സമയത്ത് ഒരു വലിയ ബഡ്ജറ്റ് ആവുമെന്ന് പലരും പ്രവചിച്ചിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളായിട്ട് ചിത്രത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അണിയറ പ്രവർത്തകരിലടക്കം വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെയാണ് ബറോസ് കടന്നു പോകുന്നത്. ഒരുപാട് ചലഞ്ചുകൾക്കൊടുവിൽ ഇപ്പോൾ ഈ ക്രിസ്മസിന് റിലീസിനെത്താൻ പോകുന്നത്. മലയാളികൾ എന്താണ് മോഹൻലാൽ എന്ന സംവിധായകനിൽ നിന്നും പ്രതീക്ഷിക്കാൻ ഒരുങ്ങുന്നത്? സ്ക്രീനിൽ അത്രത്തോളം വിസ്മയിപ്പിച്ച ഒരു നടൻ സംവിധായകനാകുന്നത് ഇത് ആദ്യമല്ല. എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. മോഹൻലാൽ നടനിപ്പുറം ആദ്യമാകുന്നത് നിർമ്മാതാവായാണ്. പ്രണവ് മാച്ചിലൂടെ നിർമ്മിച്ച ചിത്രങ്ങളും കാസിനോയിലൂടെയും പിന്നീട് ആശീർവാദ് സിനിമാസിലൂടെയും ഒക്കെ ലാലേട്ടൻ നിർമ്മാതാവായി നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറം മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നിട്ടുള്ള വഴികളൊക്കെ വളരെയധികം നമുക്ക് അറിയാവുന്നതുമാണ്. വീണ്ടും വീണ്ടും ഓരോ തവണ നാഷണൽ അവാർഡ് മേടിക്കുമ്പോഴും ഓരോ തവണ തിയേറ്ററിൽ ആർപ്പ് വിളികൾ ഉണ്ടാക്കുമ്പോഴുമൊക്കെ മോഹൻലാൽ എന്ന സംവിധായകനും ക്രിയേറ്ററും എങ്ങനെയായിരിക്കുമെന്ന സംവിധായകർക്ക് പലപ്പോഴും ക്യൂരിയോസിറ്റികൾ ഉണ്ടായിരുന്നു. മോഹൻലാൽ എന്ന സംവിധായകനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംവിധാന രുചികളെ പറ്റി മുമ്പും അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ടുമുണ്ട്. അപാര ഡയറക്ടോറിയൽ സെൻസ് ലാലേട്ടന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് ആക്ടറായി നിൽക്കുമ്പോഴും ചെയ്യുന്ന ആർട്ട് എത്രത്തോളം എവിഡൻ്റ് ആണെന്നുള്ളത് അദ്ദേഹത്തിന് പലപ്പോഴും വ്യക്തമാണ്. ആ ക്ലാരിറ്റി തന്നെയാണ് ഇന്ത്യയിലെ തന്നെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ ലിസ്റ്റിലേക്ക് ലാലേട്ടനെ എത്തിച്ചിട്ടുള്ളത്. ബറോസ് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും ഒരു പരീക്ഷണ വിഭാഗത്തിൽ എത്തുന്ന ഒരു 3D ചിത്രമാണ്. പ്രത്യേകിച്ച് അതിൽ മാജിക്കൽ റിയലിസം എലമെന്റ്സ് അടക്കമുള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെ വളരെയധികം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചിത്രമായിരിക്കും എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത്. ബറോസിന്റെ ആദ്യമായിട്ട് ഒരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് ഒരു ടീസറാണ്. അന്ന് അദ്ദേഹം ഒരു നിധി കാക്കുന്ന ഭൂതമായിരിക്കും ഈ ചിത്രത്തിൽ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് പലതരത്തിലുള്ള കാസ്റ്റിംഗ് റിലേറ്റഡും അല്ലെങ്കിൽ ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഒരു പ്രത്യേക സാങ്കേതിക വിദ്യകളിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതേസമയം ഒരുപാട് ഫോറിൻ ആക്ടേഴ്സും ചിത്രത്തിൽ അഭിനയിക്കുന്നുമുണ്ട്. അതൊക്കെ നമുക്ക് തരാൻ പോകുന്ന ഫ്രഷ്നെസ്സും വളരെയധികം വലുതായിരിക്കും. കങ്കുവയ്ക്കൊപ്പം അല്ലെങ്കിൽ കങ്കുവയുടെ 3D വേർഷനൊപ്പം ബറോസിൻ്റെ ട്രെയിലർ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആദ്യ ഷോയ്ക്കൊന്നും പലയിടത്തും ആ ഒരു ട്രെയിലർ പ്ലേ ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് ഇന്ന് ട്രെയിലർ റിലീസായതിനു ശേഷം വിഷ്വൽ ക്വാളിറ്റിയോട് തന്നെയാണ് പലരും ഭയങ്കരമായിട്ട് വണ്ടറടിച്ചിരുന്നത്. കാരണം എത്രത്തോളം സമയമെടുത്തു ഈ ഒരു ചിത്രത്തിന് വേണ്ടി എന്നുള്ളത് വളരെ പ്രകടമാകുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി ചിത്രത്തിനുണ്ടായിരുന്നു. അതേസമയം ഈ ഒരു കോൺസെപ്റ്റ് വളരെയധികം ഫ്രഷ്നെസ് ഉണ്ടാക്കുന്നതാണ്. ഒരു ഭൂതമായിട്ട് അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം എലമെൻറ്റ്സ്, ഒരു ട്രഷർ, അത് കാക്കുന്ന ഒരു ഭൂതം, അല്ലെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് കാണാത്ത അല്ലെങ്കിൽ നമുക്ക് വലിയ സുപരിചിതമല്ലാത്തൊരു വേൾഡിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ള സ്പെഷ്യാലിറ്റികളാണ് പ്രധാനമായിട്ടും ബറോസിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. മാത്രമല്ല ഇത് ഒരുങ്ങുന്നത് 3D വേർഷനിലാണ്. 3D വേർഷനിൽ ഇത്തരം എലമെന്റ്സ് നമുക്ക് എത്രത്തോളം എൻജോയബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ഫാക്ടർ. കാരണം പ്രത്യേകിച്ച് ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് 3D എലമെന്റ്സ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വെള്ളത്തിൻ്റെയും ചില ക്യാരക്ടേഴ്സിൻ്റെ പ്രസൻസ് ഒക്കെ. അത്തരത്തിൽ തിയേറ്ററിൽ എത്രമാത്രം ബറോസ് സ്വീകരിക്കപ്പെടും എന്നുള്ളതും ഏറ്റവും വലിയൊരു ചോദ്യം തന്നെയാണ്. ആളുകൾ വളരെയധികം എക്സൈറ്റഡ് തന്നെയാണ്. കാരണം ഇത്ര വർഷത്തെ സിനിമാ ജീവിതത്തിൻ്റെ മൊത്തം എക്സ്പീരിയൻസ് ആയിട്ടാണ് ലാലേട്ടൻ സംവിധാന സംരംഭമായി എത്തുന്നത്.
അദ്ദേഹം എന്നൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സിനിമാക്കാരനെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും ഇത് കൺസീവ് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ബറോസ് എന്നൊരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. ആദ്യം ജിജോ പുന്നൂസ് എന്ന നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ 3D ഫിലിമിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ജിജോ പുന്നൂസ് ആയിരുന്നു ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ ഉണ്ടായിരുന്നത്. സോ അതൊക്കെ വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന എലമെൻറ്റുകളിൽ ഒന്നായിരുന്നു. പിന്നീട് പൃഥ്വിരാജ് സിനിമയിലേക്കും ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ ഓപ്റ്റ് ഔട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊടുവിലാണ് ബറോസ് എത്തുന്നത്. അത്രത്തോളം പ്രതീക്ഷയും ചിത്രത്തിനുണ്ട്. നിങ്ങൾക്ക് ബറോസിൻ്റെ ട്രെയിലർ കണ്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. നന്ദി, നമസ്കാരം.